പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും പിന്നതുകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാര്, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിലെ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഒരു രസമുണ്ടായി. ഞാൻ എൻ്റെ നമ്മുടെ കൃപാസനത്തിലെ അലക്സസിനോട് ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചുമ്മാ സംസാരിച്ചതല്ല, അങ്ങനെ ആധ്യാത്മിക കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ്, ഒരു മനുഷ്യൻ്റെ ആത്മീയ വിജയം എന്ന് പറയണത് മരിക്കണ മുമ്പ് ഒരു സ്വർഗസ്ഥനായ പിതാവ് ചെല്ലാനുള്ള ലൈസൻസ് വാങ്ങിക്കണം. അപ്പോൾ നിങ്ങളവർക്ക് നമ്മളിങ്ങനെ എപ്പോഴും സ്വർഗസ്ഥനായ പിതാവ് 10,000 കണക്ക് ചെല്ലുന്നില്ലേ? ചെല്ലുന്നുണ്ട്, പക്ഷേ ലൈസൻസ് ഇല്ല. അത് പ്രശ്നത്തില് ഇപ്പം ഞാൻ ഉദാഹരണം ഇവിടെ പറയട്ടെ. ആലപ്പുഴയിൽ നിന്ന് കുറേ കയറൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇംഗ്ലണ്ടിലേക്കും അമേരിക്കയിലേക്കും ഒക്കെ. പക്ഷേ ഇവിടെ അത് വീടുകളിലൊക്കെയാണ് ഇവിടെ ചെയ്യണത്. വീടുകളിൽ തന്നെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ ചെയ്തിട്ട് ഇവർ അത് സീൽ ചെയ്ത് വിടുന്നതാണ്. പക്ഷേ
ചില സമയത്ത് ഞാൻ ഈ കയറ്റാപ്പീസ് വെഞ്ചരിക്കാൻ ചെല്ലുവേ. വീടുകളിലെല്ലാം തറകളുണ്ട് കയറുണ്ടാക്കണം, അത് വെഞ്ചരിക്കാൻ ചെല്ലും. അപ്പോൾ ചില വീടുകളിലൊക്കെ ആലപ്പുഴ സൈഡിൽ ഒക്കെ ആലപ്പുഴയും ചേർത്തലയുണ്ട്. ഇപ്പോൾ ചില വീടുകളിലൊക്കെ ഒരു 2-3 തറയുണ്ടാവും ഈ കയറുണ്ടാക്കണ തറകൾ. പക്ഷേ ഒരെണ്ണമൊക്കെ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാനവരോട് ചോദിക്കും, ചേട്ടായി ഇതിലൊന്നും ഇപ്പം കയറുണ്ടാക്കണില്ലേ, തടുക്കുണ്ടാക്കണില്ലേ? അപ്പോൾ പറയാം, അച്ഛാ അതിന് ഓർഡറൊന്നുമില്ല അച്ഛാ എന്ന് പറയും. അപ്പോൾ ഓർഡർ ആരാ തരേണ്ടത്? ആലപ്പുഴത്തെ കയറ്റ് കമ്പനിക്കാരാണ് ഓർഡർ കൊടുക്കേണ്ടത്. അപ്പോൾ അവരുടെ മുതലാളിമാർ ചില സമയത്ത് 1-2 കയറ്റ് കമ്പനി വെഞ്ചരിക്കാൻ ചെന്നപ്പോൾ അവിടെയും പ്രശ്നം അതാണ്. അവർ ഗോഡൗണൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയ ഗോഡൗണുകൾ. അതിനകത്ത് പക്ഷേ ചരക്ക് കുറവാണ്. എന്താ കാര്യം പറയുമ്പോൾ ഓർഡറില്ലെന്ന് വെച്ചാണ് അവരും പറയേണ്ടത്. ഓർഡറില്ല വെച്ചാൽ എവിടുന്ന് ഓർഡറില്ല? ഫോറിൻ ഓർഡറേ, ഇവർ ജർമ്മനിയിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യണം. അപ്പം ഈ കയറിന് ചിലപ്പോൾ ജൂട്ട് കയറി അവിടെ മുൻകൂർ അഡ്വാൻസായിട്ട് അവിടെ കൊണ്ട് ഈ ബംഗാളിൽ നിന്നൊക്കെ കൊണ്ട് അടിക്കും. അപ്പോൾ കയറിന് ഡിമാൻഡ് കുറയും, ഓർഡർ കുറയും. അപ്പോൾ ഓർഡർ ഇല്ലെങ്കിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തില്ല. ഈ നമ്മുടെ ഒരു വിഷയം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥിക്കാനുള്ള ഓർഡർ വാങ്ങിച്ചെടുക്കണം ദൈവത്തിൻ്റെ. അത് ഭയങ്കര അത് ആത്മീയകാര്യം ഇല്ല. അങ്ങനെയാണ് ദൈവമായിട്ട് ഉള്ള എല്ലാ റിലേഷൻസിലും. ഇപ്പോൾ ഈ കർത്താവിൻ്റെ കൂടെ കുറേ ആൾക്കാർ മരിച്ച്, നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ഒരു 6000 ഈ നല്ല കള്ളനും ചീത്തക്കള്ളനും നല്ല കള്ളനും ഉൾപ്പെടെ 6000 പേരാണ് ആ കാലഘട്ടങ്ങളിൽ കുരിശ് തൂക്കി കൊല്ലപ്പെട്ടിരിക്കുന്നത് കർത്താവിൻ്റെ കൂടെ. ആ ഒരു കാലഘട്ടം, ആ ഒരു 200-300 കൊല്ലത്തിനുള്ളിൽ 6000 പേര് കുരിശ് തൂങ്ങി മരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈശോ പറയുന്നത്, അത് ഈ പിതാവായ ദൈവം എനിക്ക് അംഗീകാരം മുദ്ര ചാർത്തിയിരിക്കണമെന്ന് പറയുന്നത്. യോഹന്നാൻ 6:27. എന്തെന്നാൽ പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാരം മുദ്ര വെച്ചിരിക്കുന്നു. കാര്യം വെച്ചാൽ ഇവന്റെ ബലി മാത്രം, എത്ര പേര് കുരിശ് തൂങ്ങിയാലും 10,000 പേര് കുരിശ് തൂങ്ങേണ്ട കാര്യമില്ല. ഇവൻ്റെ ഈ കുരിശ് മരണം മാത്രമേ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് പിതാവ് അഡ്വാൻസായിട്ട് അംഗീകാരം കൊടുത്തിട്ടുള്ളൂ. ഇത് എല്ലാം നമ്മുടെ പ്രാർത്ഥനകളും അങ്ങനെ വിഷയം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് ചെല്ലണമെന്ന് വിചാരിച്ചു. ഈ സ്വർഗസ്ഥനായ പിതാവ് ചെല്ലണ മുമ്പ് ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഓർഡർ, ഈ സ്വർഗസ്ഥനായ പിതാവ് സ്വീകരിക്കപ്പെടുമെന്നുള്ളതിൻ്റെ ലൈസൻസ് നമ്മൾ വാങ്ങിച്ചെടുക്കണം. അല്ല വെറുതെ കയറ്റി വിടാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ എന്തുമാത്രം ചില സമയത്തൊക്കെ കഴിഞ്ഞ കൊല്ലവും സംഭവിച്ചല്ലേ, അമേരിക്കയിൽ നിന്നൊക്കെ ആ ചെമ്മീൻ മുഴുവനും അവിടെ ചെന്നിട്ട് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കി. ഇവിടുന്ന് കയറ്റി അയച്ച ചെമ്മീൻ അമേരിക്കയിൽ ചെന്നിട്ട് അവർ ടെസ്റ്റ് ചെയ്ത് ഒരു ചെറിയ ചെമ്മീൻ്റെ അകത്ത് ബാക്ടീരിയ കണ്ടെത്തി. അവരാ കപ്പൽ മൊത്തം, കോടിക്കണക്കിന് രൂപയുടെ കപ്പൽ മൊത്തം ചെമ്മീൻ റിജക്റ്റ് ചെയ്ത്. ഒരു ചെമ്മീന് ബാക്ടീരിയ കണ്ടെത്തിയതാണ്. ഈ നമ്മുടെ സ്വർഗസ്നായ പിതാവിൻ്റെ അകത്ത് മുഴുവൻ ബാക്ടീരിയയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ബാക്ടീരിയ ഫ്രീ അല്ലെങ്കിൽ ഈ പ്രാർത്ഥന എല്ലാം റിജക്റ്റഡ് ആകും. ബാക്ടീരിയ ഫ്രീ അല്ലെങ്കിൽ എന്താ കാര്യം എന്നറിയാം? ഉദാഹരണത്തിന് ഇപ്പോൾ ചില ആൾക്കാർ ലൈസൻസിന് 8 എടുക്കത്തില്ലേ, 8 എടുത്തേച്ച് പറയും എൻ്റെ അച്ഛ അവസാനത്തെ കമ്പിയിട്ട് മുട്ടിയെന്ന് പറയും. അവസാനത്തെ കമ്പിയിട്ട് മുട്ടി, ആളെ വിട്ടായി. 8 എടുത്തിട്ട് സ്കൂട്ടർ 8 എടുത്തിട്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇടയ്ക്ക് ആദ്യത്തെ 4 കമ്പനിയായിട്ട് ഇങ്ങനെ ശ്വാസം പിടിച്ച് വെട്ടിച്ചും കൊണ്ട് അവസാനത്തെ 2 കമ്പിയപ്പോൾ പോയി. ഇപ്പം രക്ഷപ്പെടും എന്നപ്പോൾ അവസാനത്തെ 2 കമ്പിയിട്ട് 1 കമ്പിയിട്ട് മുട്ടി പോയി, ലൈസൻസ് പോയി. ഇതുപോലെ സ്വർഗസ്ഥനായ പിതാവിനും പറ്റണ ഇതാണ്. ഇപ്പം സ്വർഗസ്ഥനായ അങ്ങയുടെ പിതാവ് അങ്ങയുടെ നാം പൂജിതമാകണമേ, അപ്പോൾ ആ 2 കമ്പിയായി. അങ്ങയുടെ രാജ്യം വരണമേ, അത് കുഴപ്പമില്ല, അതൊരു കമ്പി, 3ാമത്തെ കമ്പി. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, 4ാമത്തെ കമ്പി, കുഴപ്പമില്ല, നമുക്ക് വലിയ റിസ്ക് ഇല്ല അതൊക്കെ. പിന്നെ എന്താ, അന്നൊന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ,
5ാമത്തെ കമ്പിയാണ്. അത് വളരെ റിസ്കിലാണ് പോകും. പിന്നെ എന്താ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ, അയ്യോ അത് 6ാമത്തെ കമ്പിയാണ് മുട്ടും, ഔട്ടാവും. ചില ആൾക്കാർ വയസ്സ് 75 ഉണ്ടെങ്കിലും ഇന്ന് വരെ സ്വർഗസ്ഥനായ പിതാവ് കയറ്റി അയച്ചത് എല്ലാവരും ചെട്ടായിരിക്കും. എന്താ കാര്യം? 6ാമത്തെ കമ്പിയിട്ട് മുട്ടിയിരിക്കുകയാണ്. എന്താണ്? മറ്റുള്ളവരോട് ഇപ്പോൾ ക്ഷമിച്ചിട്ടില്ല, അവരോട് മിണ്ടണില്ല, അവരോട് കമ്മ്യൂണിക്കേഷൻ ഇല്ല. അവർ കാണുമ്പോൾ മോഹത്തെ കയറ്റും, എന്നിട്ട് പിന്നെയും കണാകുണാന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. എല്ലാ സ്വർഗസ്ഥനായ പിതാവ് റിജക്റ്റഡായി. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക്, പ്രാർത്ഥനയുടെ റിസ്ക് എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാനുള്ള കഴിവുകേട കഷ്ടപ്പാടൊന്നുമല്ല. ഈ പ്രാർത്ഥന ദൈവത്തിനെ കൊണ്ട് സ്വീകരിപ്പിച്ചെടുക്കാൻ പറ്റിയ പ്രാർത്ഥനയുടെ ഓർഡർ ലഭിക്കുന്ന, പ്രാർത്ഥിക്കാനുള്ള ലൈസൻസ് വാങ്ങിക്കണം. അപ്പം എപ്പോഴും ശ്രദ്ധിച്ചേക്കണം, എൻ്റെ പ്രാർത്ഥനാ ജീവിതം സ്വീകാര്യമാകാൻ വേണ്ടി മുൻകൂർ ദൈവതിരുസന്നിധി വെടിപ്പായി നിൽക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഏറ്റവും സന്തോഷമായിട്ടിരിക്കേണ്ട സമയമായപ്പോൾ എൻ്റെ സ്പീച്ച് തുടങ്ങുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, വെറുതെ ഇല്ല, ദൈവ സാന്നിധ്യത്തിലുണ്ടെന്നുള്ള ബോധ്യമുള്ളവർക്കൊക്കെ ദൈവാനുഭവം കിട്ടും. വളരെ എളുപ്പമാണ് ദൈവാനുഭവം കിട്ടുന്നത്. അത് വലിയ കഷ്ടപ്പാടൊന്നുമില്ല. അവർക്ക് കിട്ടി, എനിക്കൊക്കെ കിട്ടുക എന്നുള്ള ഒരു സംശയം വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഫോണെല്ലാം സൈലൻ്റിലാക്കിയിട്ട് കേൾക്കണം. ശ്രദ്ധിക്കേണ്ടത് വചനത്തെയാണ്. വചനം ശ്രദ്ധിക്കുമ്പോൾ തന്നെ ദൈവം പ്രവർത്തിക്കും, ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കും. വചനം ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ദൈവ സാന്നിധ്യത്തിലുണ്ടെന്നുള്ളൊരു ബോധ്യത്തിൽ തന്നെ ഇരിക്കുക. നിങ്ങളെ പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾ ഓർത്തില്ലെങ്കിൽ, നിങ്ങൾ ഉത്കണ്ഠപ്പെട്ടില്ലെങ്കിൽ അത് ദൈവം ഓർത്തോളും ആ പ്രശ്നം. എപ്പോഴും അങ്ങനെയാണ്. എല്ലാം ദൈവത്തിലേക്ക് വിട്ടിട്ട് ഫ്രീ ആയിട്ടിരിക്കുക. ഭാരം എല്ലാം ദൈവം, ഈശോ തന്നെ ചോദിച്ചിരിക്കുക. നമ്മൾ കൊടുക്കാത്ത, നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ട് ഈശോ എടുത്ത് പറയും എനിക്ക് ഭാരമാണെന്ന്. അതങ്ങോട്ട് ഏൽപ്പിക്കണം. നമുക്കെല്ലാം പ്രശ്നം അത് തന്നെയാണ്. നമ്മുടെ കയ്യിൽ തന്നെ വെച്ചുകൊണ്ടാണ് ഈശോ അടുത്ത് കറിയണം എനിക്ക് ഭാരമാണെന്ന്. ഈശോ കയ്യിൽ നീട്ടി ഭാരം എൻ്റെ അടുത്ത് തരിക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് സമർപ്പിക്കുക. പ്രശ്നമൊക്കെ ഈശോയിലേക്ക് വിട്ട് നീ നോക്കിക്കോ എന്ന് പറഞ്ഞാൽ മാത്രം. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും വലിയ ഭാഗ്യം ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മക്കളാകാനുള്ള അവകാശം പിതാവ് തന്നിരിക്കുക.
അപ്പോൾ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ളൊരു ബോധ്യം, വിശ്വാസവും നമുക്ക് വേണം. ഈശോയിൽ വിശ്വസിക്കുക. അപ്പോൾ ഇതിനേക്കാളും വലിയ അനുഗ്രഹം വേറെ ഇതും ഇല്ല നമ്മുടെ ജീവിതത്തിൽ. ഈശോയിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് വാഗ്ദാനമാണ്, നീ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിനുള്ളതെല്ലാം നിനക്ക് അവകാശമുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളാകുമ്പോൾ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിൽ സമാധാനം, സംരക്ഷണം എപ്പോഴും ഉണ്ടാകും, സംരക്ഷണം ഉണ്ടാവും. പിന്നെ ഒരു കുറവ് അവർ അനുഭവപ്പെടില്ല. കണ്ണിൽ കുറവായിട്ട് കാണും, പക്ഷെ അനുഭവത്തിൽ അത് കുറവായിട്ട് തോന്നിക്കില്ല. എപ്പോഴും സന്തോഷമായിരിക്കും. ഇതാണ് ദൈവമക്കൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കൃപയും അനുഗ്രഹവും. ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ദൈവത്തോട് വിശ്വാസമുണ്ട്, പക്ഷെ ദൈവത്തിന് നമ്മളോട് താല്പര്യമുണ്ടോ? ചോദിക്കുന്നവരിക്കൊക്കെ ദൈവം തരും, എന്നാലും ദൈവത്തിന് നമ്മളോടൊരു വിശ്വാസം ആവശ്യമാണ്. ദൈവത്തിന് വിശ്വാസമുള്ളവരോടാണ് ദൈവം വാഗ്ദാനം പറഞ്ഞിരിക്കുന്നത്. ജോഷുവ 1:9 ജോഷുവയ്ക്ക് പറഞ്ഞ വാഗ്ദാനം പോലെ നമുക്കും പറഞ്ഞിരിക്കുക, നീ പോകുന്ന സ്ഥലത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരും. അത് നമ്മൾ എവിടെ ചെന്നാലും, ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ പോലും ദൈവം കൂടെ ഉണ്ടാകും. അത് വാഗ്ദാനമാണ്. ചിലപ്പോൾ ICUവിൽ കിടക്കേണ്ടാവും, ആരും കൂടെ ഇല്ലെന്നൊക്കെ വിചാരിക്കും, പേടി തോന്നും. ഇല്ല, ഞാൻ കൂടെ ഉണ്ടെന്ന് ഈ വാഗ്ദാനം, ദൈവം കൂടെ ഉണ്ടാകും. അപ്പോൾ അതിൽ ചെറിയ കാര്യങ്ങളെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എപ്പോഴാണ് ദൈവം നമ്മളെ വിശ്വസിച്ച് നമ്മൾ പോകുന്ന സ്ഥലത്തെല്ലാം നമുക്ക് കൂടെ ദൈവം ഉണ്ടാകും. ദൈവാനുഭവം നമുക്ക് കുറേ പേർക്ക് കിട്ടും. ഇത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഉടമ്പടി എടുക്കുമ്പോൾ ഇതൊരു നിലപാടാണ്. ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ സമ്പന്നരായിരിക്കണം. ഈ ലോകത്തിൽ ചിലപ്പോൾ നമ്മൾ സമ്പന്നരായിരിക്കാം. ലോകത്തിലെ എല്ലാവരും നമുക്ക് ബഹുമാനം തരുമായിരിക്കും, നമ്മളെ പുറകെ നടക്കാം, ബാങ്ക് ബാലൻസ് ഉണ്ടാകാം, ചിലപ്പോൾ കടം തീരാൻ വേണ്ടി നമ്മൾ വന്ന് ഇവിടെ പ്രാർത്ഥിക്കും. അതിലൊന്നും ഒരു കാര്യവുമില്ല, ദൈവാനുഭവം ഉണ്ടാകില്ല. ലൂക്ക 12:21 ഈശോ പറയാണ്, മനുഷ്യരെല്ലാം ഈ ലോകത്ത് സമ്പന്നരാകാൻ, അവൻ്റെ ശരീരത്തിന് വേണ്ടി സമ്പന്നത സമ്പാദിക്കാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി അവൻ പ്രവർത്തിക്കുന്ന, ജോലി ചെയ്യുന്നത്. ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ സമ്പന്നനാണ്? ഇല്ല. നമ്മെല്ലാവരും ശരീരത്തിന് വേണ്ടി സമ്പാദിക്കും. ഈ ലോകത്തിൽ സമ്പന്നമാകണം. ലോകത്തിൽ സമ്പന്നമാകുമ്പോഴത്തേക്കും ദൈവത്തിന് നോ വാല്യൂ ആണ്, സീറോ വാല്യൂ ആണ്. ദൈവം എപ്പോഴും നോക്കുന്നത്, എൻ്റെ നോട്ടത്തിൽ സമ്പന്നമുള്ളവരുടെ കൂടെ എല്ലാം ദൈവത്തിന് താല്പര്യമാണ്, ദൈവം കൂടെ വരും. എപ്പോഴും ക്ലെയിം ആവശ്യപ്പെടും ദൈവം. അച്ഛൻ എപ്പോഴും പറയുന്ന പോലെ, ജോസഫ് അച്ഛൻ പറയുന്ന പോലെ, നീ ദൈവത്തിൻ്റെ മുമ്പിൽ സമ്പന്നനായിരിക്കണം. അപ്പം നമ്മൾ സീറോ ബാലൻസ് വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്, ഒന്നും ഉണ്ടാകില്ല. ദൈവം നോക്കുന്ന സമ്പന്നത നിൻ്റെ കയ്യിൽ ഉണ്ടാകില്ല, ആസ്തി ഉണ്ടാകില്ല. ഞാൻ അതും വെച്ചുകൊണ്ട് ഒന്നുമില്ലാതെ ദൈവത്തെ വിളിക്കും, ദൈവമേ നീ എന്നിൽ പ്രവർത്തിക്കുന്നേ, എനിക്ക് അനുഭവം കിട്ടണേ. ഒന്നും കിട്ടില്ല. നമ്മൾ കുറേ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കും, പക്ഷേ
അതിലൊരു കാര്യമില്ല. ദൈവം നോക്കുന്നത് എൻ്റെ മുമ്പിൽ നിനക്ക് ആസ്തിയുണ്ടായില്ലേ. ഇപ്പോൾ 1-2 കാര്യം നമുക്ക് ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് നമ്മളെ ഒരു ലക്ഷ്യമായിരിക്കണം. ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ സമ്പന്നനായി കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ അനുഗ്രഹം വേറെ ഒന്നുമില്ല. വിളിക്കുന്ന സ്ഥലത്ത് ദൈവം അപ്പം ഉണ്ടാകും. നീ മനസ്സിൽ വിചാരിക്കുമ്പോഴത്തേക്ക് അവിടെ അനുഭവം കിട്ടിയിരിക്കും. ഇതെൻ്റെ അനുഭവം വെച്ചാൽ പറയണം, വെറുതെ ഇല്ല ഞാൻ പറയണേ. എവിടെയെങ്കിലും കേട്ടിട്ട് വന്ന് ഞാൻ മിക്കവാറും ശ്രദ്ധിക്കാറുണ്ട്. എവിടെയെങ്കിലും കേട്ടിട്ടോ ആരെങ്കിലും അനുഭവം പറഞ്ഞിട്ടോ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞിട്ടില്ല. അത്രയ്ക്ക് അനുഭവം അമ്മമാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. പറഞ്ഞാലും തീരില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ അനലൈസ് ചെയ്ത് നോക്കും, ഇതെങ്ങനെയാണ് ഈ അനുഭവം കിട്ടുന്നതെന്ന്. അപ്പോഴൊക്കെ കിട്ടും. അപ്പോൾ അച്ഛൻ വചനം പറയും, അതിന് കമ്പൈൻ ചെയ്ത് നോക്കുമ്പോൾ ഇത് തന്നെയാണ് കാര്യം. അപ്പോൾ ദൈവം നോക്കുന്നത് നിൻ്റെ ബാങ്ക് ബാലൻസിൽ ദൈവത്തിൻ്റെ ബാങ്ക് ഒരെണ്ണമുണ്ട്, അതിൽ നിനക്ക് ആസ്തി ഉണ്ടായില്ല. മിക്കവാറും ഉള്ളവർക്കൊക്കെ മൈനസ് ആസ്തിയാണ്. കടം വാങ്ങിക്കും, അമ്മയടുത്ത് ചോദിച്ച് കടം വാങ്ങിച്ച്, പക്ഷെ പ്രവർത്തിക്കില്ല, ലോണിലായിരിക്കും ദൈവത്തിൻ്റെ ബാങ്കിൽ. നിനക്ക് കണ്ടമാന ആസ്തി ഉണ്ടാകണം. അപ്പം അത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ സമ്പന്ന ആകാൻ പറ്റുക? അത് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആദ്യം റോമ 4-ാം അധ്യായം 20-ാം തിരുവചനം പറയുന്നത്, നീ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നിൻ്റെ പ്രവൃത്തി വഴി ദൈവം മഹത്വപ്പെടണം. നീ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നീ വിശ്വാസം സമ്പാദിക്കും. ദൈവമഹത്വം വഴിയാണ് നമ്മളെ എല്ലാ പ്രവൃത്തിയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ ദൈവമഹത്വം ഉണ്ടായില്ല, ഈശോ മഹത്വപ്പെടണുണ്ടോ, അത് ശ്രദ്ധിക്കണം നമ്മളെല്ലാ പ്രവൃത്തിയിലും. അങ്ങനെ ദൈവമഹത്വപ്പെടുമ്പോൾ നിനക്ക് വിശ്വാസം സമ്പാദ്യമായിട്ട് കിട്ടും. വിശ്വാസം സമ്പാദ്യമായി കിട്ടുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നീ സമ്പന്നമാകും. അത് ഞാൻ അത് പറയാം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ദൈവത്തിന് വേണ്ടി നമ്മൾ ഈ ലോകത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത് നമ്മളെ പ്രശസ്തി, നമുക്ക് ബഹുമാനം, അതേപോലെ സമ്പത്ത്, ബാങ്ക് ബാലൻസ്, പിന്നെ സുഖ സൗകര്യം, ഇതിനു വേണ്ടിയിട്ടാണ്. ഇത് ലോകത്തിൻ്റെ ആസ്തിയാണ്, അസറ്റാണ്. അതിനു വേണ്ടി നമ്മൾ എല്ലാവരും ജോലി ചെയ്യുന്നത്. മിക്കവാറുള്ളവരൊക്കെ അതിനു വേണ്ടി മാത്രമാണ് വന്ന് പ്രാർത്ഥിക്കുന്നത്. അത് ലൂക്ക 12:21 ദൈവം പറയണം, നീ നിൻ്റെ ശരീരത്തിന് വേണ്ടിയിട്ടാണ് നീ സമ്പാദിക്കുന്നത്. ശരീരത്തിന് വേണ്ടിയാണ് നീ സമ്പന്നാകുന്നത്. നീ ലോകത്തിലാണ് സമ്പന്നത. ലോകത്തിൻ്റെ നോട്ടത്തിൽ നീ സമ്പന്നാണ്, ഒരു കുറവുമില്ല. അതിനു വേണ്ടിയിട്ട് എല്ലാവരും ആഗ്രഹം, എനിക്ക് ഒരു കുറവുമില്ല. തൊട്ടടുത്ത് ഉള്ളവരൊക്കെ നമ്മളെ നോക്കുമ്പോൾ പറയണം, ഇവരെന്ത് സന്തോഷമാണ്. എങ്ങനെയാണ് സന്തോഷം? എനിക്കൊരു കടവില്ല, വീടുണ്ട്, വണ്ടിയുണ്ട്, മക്കൾക്കൊക്കെ ജോലിയാണ്. അപ്പോൾ അതാ ദൈവം പറയണത്, നീ ലോകത്തിൻ്റെ നോട്ടത്തിലാണ് സമ്പന്നത. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാറില്ല, ദൈവത്തിൻ്റെ മുമ്പിൽ നീ സമ്പന്നനാണില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ സമ്പന്നനാണെങ്കിൽ ഈ ലോകത്തിൻ്റെ സമ്പത്തെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ പ്രശസ്തി, ബഹുമാനം, സമ്പത്ത്, സുഖസൗകര്യങ്ങൾ, ആരോഗ്യം, ഇതെല്ലാം നഷ്ടപ്പെടുമ്പോഴും, ദൈവനാമത്തിൽ, 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 ദൈവനാമത്തിൽ,
അംഗീകരിച്ച് നന്ദി പറഞ്ഞ് ദൈവം മഹത്വപ്പെടണം. ദൈവം തന്നതാണ് എന്നുള്ളത് ദൈവത്തിന് വേണ്ടി ഞാനിത് ഏറ്റെടുക്കുകയാണ്. എന്ന് വെച്ചാൽ നിന്നെ ആരെങ്കിലും, നമ്മളെല്ലാവരും സമ്പത്തായിട്ട് കരുതുന്നത് നമ്മളെ പ്രശസ്തിയും ബഹുമാനവും ഒക്കെയാണ്. നമ്മളൊരാളെ അപമാനപ്പെടുത്തുമ്പോൾ, അവമാനിക്കുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റുന്നുണ്ട്, അത് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട്. ഈശോ നമുക്ക് വേണ്ടി, ഇതൊക്കെ സാധിക്കാത്ത കാര്യമൊന്നുമില്ല. ഈശോ കാണിച്ചു തന്നതാണ്. ഈശോ വെറുതെ അല്ല പറഞ്ഞത് എൻ്റെ വചനം അനുസരിക്കാമെന്ന്, വചനമായിട്ട് ജീവിച്ച് കാണിച്ചു തന്നതാണ് നമുക്ക് ഈശോ.